ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സദ്യ സ്റ്റൈലിലുള്ള അവിയലിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് അവിയലിന് ആവശ്യമായ പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാം. അവിയലിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചക്കറികൾ എടുക്കുമ്പോൾ എല്ലാം നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. ഈ സമയത്ത് ഞാൻ അടുപ്പ് ഓണാക്കിയിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നീളത്തിൽ കീറിയ 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. അവിയലിന് ലൈറ്റായിട്ടൊരു ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് പൊടി ചേർക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കരുത്, കാരണം പച്ചക്കറിയിൽ നിന്ന് നല്ലപോലെ തന്നെ വെള്ളം ഇറങ്ങും. അത് തന്നെ മതി നമുക്ക് ഈ പച്ചക്കറികളൊക്കെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഇനി പച്ചക്കറി വേവുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാം. 1 കപ്പ് നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 10 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പച്ചക്കറിയിലും ചേർത്തിട്ടുണ്ട്, അപ്പോൾ എരിവിനനുസരിച്ചിട്ട് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഒരു അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്നൊരു ചേനയുടെ കഷ്ണം എടുത്ത് നോക്കിയാൽ മതി കേട്ടോ, എത്രത്തോളം പച്ചക്കറികൾ വെന്തു എന്നറിയാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പെല്ലാം ചേർത്തതിന് ശേഷം ഈ പച്ചക്കറികളൊക്കെ ഇതുപോലെ ഒന്ന് പൊത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അരപ്പിനകത്ത് നല്ലപോലെ ആവി കയറി കുക്കായി കിട്ടും കേട്ടോ, പെട്ടെന്ന് തന്നെ. എന്നിട്ട് 2-3 മിനിറ്റ് കൂടി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ അരപ്പൊക്കെ റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണ് കേട്ടോ, അതുകൊണ്ട് 2 ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ടേസ്റ്റ് നോക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാതെ പതുക്കെ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്റ്റൈൽ അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്